ഗുഡ്വിൽ കമ്മോഡിറ്റിയുടെ എഡ്യൂക്കേഷണൽ വീഡിയോ വിശകലനത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോ വിശകലനത്തിൽ നാം കാണാൻ പോകുന്നത് എന്താണ് ട്രേഡിംഗ്. ഒന്ന്, മറ്റൊന്നുമായി കൈമാറ്റം ചെയ്യുന്നതാണ് ട്രേഡിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വിലയ്ക്ക് വാങ്ങി ലാഭത്തിനു വേണ്ടി മറ്റൊരു വിലയ്ക്ക് വിൽക്കുന്നതാണ് ട്രേഡിംഗ്. ഇന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് നാം പണം ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ നടക്കുന്ന വാങ്ങൽ വിൽക്കലുകൾ സാമ്പത്തിക വിപണികളിൽ എങ്ങനെയാണ് നടക്കുന്നത്? സാമ്പത്തിക വിപണികളിലെ ട്രേഡിംഗ് പ്രധാനമായും ഫിനാൻഷ്യൽ സെക്യൂരിറ്റികളിലും ഉൽപ്പന്നങ്ങളിലുമാണ് നടക്കുന്നത്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റികളിൽ സ്റ്റോക്കുകളും ബോണ്ടുകളുമാണ് വാങ്ങി വിൽക്കുന്നതെങ്കിൽ ഉൽപ്പന്നങ്ങൾ അഥവാ കമ്മോഡിറ്റികളിൽ ലോഹങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഊർജ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് വാങ്ങി വിൽക്കുന്നത്. ഇത്തരത്തിൽ നടക്കുന്ന വാങ്ങൽ വിൽക്കലുകളെല്ലാം സുഗമമായി നടത്തുന്ന സംഘടനയാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഓഹരി വിപണി, ഉൽപ്പന്ന വിപണി എന്നിവ ഉദാഹരണങ്ങളാണ്. പ്രധാനമായും ഇന്ത്യയിലുള്ള എക്സ്ചേഞ്ചുകൾ ഇവയാണ്: മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, മൾട്ടി കമ്മോഡിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. എന്താണ് ഷെയർ ട്രേഡിംഗും കമ്മോഡിറ്റി ട്രേഡിംഗും? ഷെയർ ട്രേഡിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനികളുടെ ഷെയറുകൾ വാങ്ങി വിൽക്കുന്നതാണ് ഷെയർ ട്രേഡിംഗ്. കമ്മോഡിറ്റി ട്രേഡിംഗിൽ വാങ്ങി വിൽക്കുന്നത് ഉൽപ്പന്നങ്ങളാണ്. അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ, ലോഹങ്ങൾ, ഊർജ ഉൽപ്പന്നങ്ങൾ എന്നിവ. ഇത്തരത്തിൽ കമ്മോഡിറ്റി ട്രേഡിംഗിൽ നടക്കുന്ന വാങ്ങൽ വിൽക്കലുകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. അവരെ നിയന്ത്രിക്കുന്നത് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനും സെബിയും, പടിപടിയായി നിക്ഷിപ്തമായിരിക്കുന്നത് കേന്ദ്ര ഉപഭോക്തൃ പൊതുവിതരണ മന്ത്രാലയവും ലുമാണ്. ഒരിക്കലും ഒരു ഉപഭോക്താവിന് ട്രേഡിംഗ് നടത്തുന്നതിനു വേണ്ടി എക്സ്ചേഞ്ചുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കില്ല. അതിനുവേണ്ടി ഉപഭോക്താവ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള മെമ്പറുമാരുമായി ബന്ധപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഒരു മെമ്പറാണ് ഗുഡ്വിൽ കമ്മോഡിറ്റി. അതായത് ഗുഡ്വിൽ കമ്മോഡിറ്റി ഉപഭോക്താവിനെ എക്സ്ചേഞ്ചുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു. ഇത്തരത്തിലുള്ള മെമ്പർമാരുടെ ചുമതലകൾ എന്താണെന്നുള്ളത് നോക്കാം. എക്സ്ചേഞ്ചിന്റെ നിയമാവലി പാലിച്ച് സുരക്ഷിതമായ ട്രേഡിംഗ് സംവിധാനം ഉപഭോക്താവിന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ എക്സ്ചേഞ്ചിന്റെ നിയമാവലി അടങ്ങിയ മെമ്പർ ഉപഭോക്തൃ ധാരണാപത്രം അഥവാ ഡിസ്ക്ലോസർ ഫോം ഉപഭോക്താവ് ഒപ്പുരേഖപ്പെടുത്തണം. അതിനുശേഷം ഉപഭോക്താവിന്റെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ, തിരിച്ചറിയൽ രേഖ എന്നിവ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനു വേണ്ടി വാങ്ങിക്കുന്നതാണ്. ഇതെല്ലാം പരിശോധിച്ച ശേഷം ട്രേഡിംഗ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള അക്കൗണ്ട് മെമ്പർ ഓപ്പൺ ചെയ്തു കൊടുക്കും. അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് കോഡ് ഉപഭോക്താവിന് ലഭിക്കുന്നതാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പണിങ്ങിന് പുറമെ ഗുഡ്വിൽ കമ്മോഡിറ്റീസ് ട്രേഡിംഗിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളും സോഫ്റ്റ്വെയറുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ട്രേഡിംഗിനെ കുറിച്ചുള്ള ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വീഡിയോ വിശകലനങ്ങൾ തുടർന്നും കാണുക. താങ്ക് യു.